اللهم صل على سيدنا محمد ما دامت البركة. اللهم صل على سيدنا محمد ما دامت الرحمة. اللهم صل على روح سيدنا محمد في الأرواح. اللهم صل على اسم سيدنا محمد في الأسماء. اللهم صل على نفس سيدنا محمد في النفوس. اللهم صل على قلب سيدنا محمد في القلوب. اللهم صل على كبد سيدنا محمد في القبور. اللهم صل على قرب سيدنا محمد في التراب. اللهم صل على جسد سيدنا محمد في الأجساد. اللهم صل على روضة سيدنا محمد في الرياض. وأفوض أمري إلى الله. وأفوض أمري إلى الله. أفوض أمري إلى الله. إن الله بصير بالعباد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله وعليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤثرون على أنفسهم ولو كان بهم خصاصة. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم. صدق الله العلي العظيم وصدق وبلغ ورسول النبي الكريم. وقال نبينا وشفيعنا ومرشدنا وقائدنا ومصطفى محمد صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. شفيعنا رسول الله. وقال نبينا وشفيعنا مرشدنا مصطفى محمد صلى الله عليه وسلم: من أحب سنتي وقد أحبني، من أحبني كان معي في الجنة. شفيعنا رسول الله.
أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي നബിയോട് സ്നേഹം ഏറ്റണം കുറക്കല്ലേ അത് നൽകലും യാ റബ്ബനാ നിനക്കല്ലേ ഗുണവും നബിക്ക് ചൊരിക്കലും പതിവല്ലേ പതിവിൽ കവിഞ്ഞ് ചൊരിക്കണേ ഹദ്ദില്ലേ ഇലൈക യാ റബ്ബി ഖദ് വജ്ജഹ്തു ഹാജതി വജ്അതു ബാബക യാ റബ്ബി ബിറഗ്ബാതി الحوائج لي ربي فلست أرى سواك يا ربي من قاضي لحاجاتي سكل أمور الله تلها بمنقلبي بعد الممات إلى رضوان جناتي سكل أمور يواه تلها بمنقلبي بعد الممات إلى رضوان جناتي سكل أمور يواه تمها بمنقلبي بعد الممات إلى رضوان جناتي വേദിയിലെ ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഔപചാരികമായ മഹത്തായ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച KV അബ്ദുൽ ഖാദർ ഹാജി അവറുകൾ, അതുപോലെ പ്രാർത്ഥന കൊണ്ട് സമാരംഭം തുടങ്ങി തന്ന ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ വേദികളിൽ നിറസാന്നിധ്യവും കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ദാരിമി ഉസ്താദ് അവറുകൾ, അതുപോലെ അവസാനം വരെ മഹത്തായ വേദിയുടെ കടിഞ്ഞാൻ പിടിച്ച് അധ്യക്ഷത വഹിക്കുന്ന KP അബ്ദുൽ അസീസ് മാസ്റ്റർ അവറുകൾ, സ്വാഗതം കൊണ്ട് നമ്മെ ഏവരെയും മഹത്തായ വേദിയിലേക്ക് ക്ഷണിച്ച CP നൗഷാദ് മാസ്റ്റർ അവറുകൾ, വേദിയിലിരിക്കുന്ന K അബ്ദുസലാം ഹാജി അവറുകൾ, CC ഹിദായത്ത് അവറുകൾ, അതുപോലെയുള്ള എന്റെ പ്രിയപ്പെട്ട ബാപ്പ ഉസ്താദ്
എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, നല്ലതായ സഹോദര സഹോദരിമാരെ, ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര മതസമുദായ സമുച്ചയത്തിൽപ്പെട്ട ഹൈന്ദവരാരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ലോക സമസ്ത സുഖിനോ ഭവന്തു. അതിലുമുപരി മറ്റേതെങ്കിലും മതക്കാർ അകത്തുനിന്നോ പുറത്തുനിന്നോ എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ നല്ലതായ ഇസ്ലാമിക തത്വാധിഷ്ഠ അഭിവാദ്യം. അഖില കരുണാനിധിയും കാരുണ്യവാനുമായ ലോകത്തെ പഠിച്ചു പരിപാലിക്കുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് മുറാദ് മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഓരോരുത്തരും ഈ മഹത്തായ വേദിയിൽ വന്നിരുന്നിട്ടുള്ളത്, മഹത്തായ വേദി വിട്ടുപിരിഞ്ഞു പോകും മുൻപ് അല്ലാഹു നമ്മുടെ സകലമാന മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. ഈ മഹത്തായ വേദിയുടെ നല്ലതായ ബർക്കത്ത് കാരണം കഴിഞ്ഞുപോയ ജീവിതത്തിലെ ഞാനും നിങ്ങളും ചെയ്തു പോയ സകലമാന അപരാധങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ ത്വാഅത്തിലായ അവന്റെ ഗുരുത്വത്തിലായ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെട്ടുകൊണ്ട് അവനിലേക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഒരിക്കലും ഈ വേദിയിൽ നിങ്ങളുടെ മുൻപിൽ എണീറ്റ് നിൽക്കാൻ യോഗ്യതയുള്ളവനല്ല ഞാനെന്ന് നല്ലതുപോലെ എനിക്കറിയാം. ഇന്ന് ബഹുമാനപ്പെട്ട പനപൂര് നവാസ് മന്നാനി ഉസ്താദ് അവറുകളായിരുന്നു. ഉസ്താദ് അവറുകൾക്ക് സുഖമില്ലാത്തത് കാരണം ഏൽപ്പിച്ച ദൗത്യമൊന്ന് ഏറ്റെടുക്കുക എന്നതല്ലാതെ അതിൽ കൂടുതലൊന്നും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളുടെ മുൻപിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വൈകിയ വേളയിൽ ഒരുപാട് ആമുഖങ്ങൾ നീട്ടിക്കൊണ്ട് നീട്ടിപ്പരത്തി പറഞ്ഞുകൊണ്ട് മഹത്തായ വേദി നിങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചു കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈമാനിന്റെ മാധുര്യത്തിനൊരു എളുപ്പവഴി, ഈമാനിന്റെ മാധുര്യത്തിന് ഒരു എളുപ്പവഴി ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ 1-2 മണിക്കൂറിനുള്ളിൽ എന്താണ് ആ വഴി, ആ വഴിയിൽ നാം എത്തിയിട്ടുണ്ടോ, ഇൻഷാ അല്ലാഹ് നാം എത്തുവോ എന്നൊക്കെ പരസ്പരം ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് അവസാനം നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ പാതിരാത്രി, അന്നു രാത്രി ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടായ നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് വേണ്ടി മഹാത്മാഗാന്ധിയെ പോലോത്ത, ജവഹർലാൽ നെഹ്റുവിനെ പോലോത്ത ഒരുപാട് പേര് പോരാടിയപ്പോൾ, ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരുങ്ങി തയ്യാറായപ്പോൾ അതിലൊരുപാട് പേരെടുത്തുപോയ അറിയപ്പെട്ടുപോയ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി തന്റെ തോക്കിന് മുൻപിൽ, ഒരു മനുഷ്യന് മുൻപിൽ തന്റെ അരയിലിരിക്കുന്ന തോക്കെടുത്ത് ചൂണ്ടിപ്പിടിച്ചു പോയാൽ താൻ മനസ്സിനുള്ളിൽ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും തനിക്ക് വകവെക്കാം, വകവരുത്താം എന്ന് മനസ്സിൽ ഉറച്ചുപോയ വെള്ളപ്പട്ടാളത്തിന്റെ തോക്കിന് മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി നല്ലതുപോലെ പോരാടിയ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തിയെ വെള്ളപ്പട്ടാളം അറസ്റ്റ് ചെയ്തുകൊണ്ട്, ആ മുഹമ്മദ് അലി എന്ന് പറയുന്നവരെ വെള്ളപ്പട്ടാളം അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലോക്കപ്പിലേക്ക്, അവരുടെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ബോക്സിൽ കേൾക്കുന്നില്ല, ഒച്ച വരുമ്പോ ഒരു പരപരപ്പ് വന്ന് ഓഫാവുക.
രണ്ടും തമ്മിലൊന്ന് പരപരപ്പൊന്ന് ഓഫാ വച്ച് വരുന്നു. അപ്പോൾ വെള്ളപ്പട്ടാളം വന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് അലിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലോക്കപ്പിലേക്ക്, അവരുടെ ജയിലിലേക്ക് കൊണ്ടുപോയി നിർത്തുമ്പോൾ പിറ്റേന്ന് രാവിലെ 1947 ആഗസ്റ്റ് 16 അന്ന് രാവിലെ വെള്ളപ്പട്ടാളത്തിന്റെ കോടതിയിൽ മുഹമ്മദ് അലിയെ ഹാജരാക്കിയപ്പോൾ കോടതിയുടെ പെട്ടിക്കോളത്തിൽ മുഹമ്മദ് അലിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വെള്ളപ്പട്ടാളത്തിന്റെ നേതാവായ ജഡ്ജി അകത്തുനിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് അവരുടെ സ്ഥാനത്തിരുന്നപ്പോൾ ഒരുപാട് പേര് കോടതിക്കുള്ളിൽ ഒരുമിച്ച് കൂടിയപ്പോൾ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി ആ വെള്ളപ്പട്ടാളത്തിന്റെ കോടതിക്കുള്ളിൽ നിന്ന് നെഞ്ചി വിരിച്ചുകൊണ്ട് ന്യായാധിപന്റെ മുഖത്ത് നോക്കിയിട്ട് മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി പറയുകയാ, എനിക്ക് നിങ്ങളുടെ കോടതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഓരോ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന മുനവ്വറയിൽ ജീവിച്ചുപോയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നടന്നുപോയ ഒരു കടയാണ് നിങ്ങളുടെ കോടതിയിൽ വന്നുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് ന്യായാധിപന്റെ മുൻപിലേക്ക് മുഖത്തേക്ക് നോക്കി യാതൊരുവിധ മടിയുമില്ലാതെ സന്തോഷത്തോടുകൂടെ വിളിച്ചു പറയുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് കോപപുലികനായ ന്യായാധിപന് കോടതിയിൽ നിന്ന് തന്റെ പോലീസന്മാർക്ക് മുൻപിൽ വെച്ചുകൊണ്ട് ആ മുഹമ്മദ് അലിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, മുഹമ്മദ്, നീ നിന്റെ പ്രവാചകനെയോ നീ വിശ്വസിക്കുന്ന മതത്തിന്റെ തല വെച്ചുകൊണ്ട് പറയുവാനുള്ള ഒരു വേദിയല്ല ഈ കോടതി, മറിച്ച് നിനക്ക് വേണ്ടി വിധി നടപ്പാക്കാൻ ഒരുമിച്ച് കൂട്ടിയടാണ് ഈ വേദിയെന്ന് മുഹമ്മദ് അലിയോട്, മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തിയോട് ആ കോടതി പറഞ്ഞുകൊണ്ട് അതേ കോടതിയിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് അലിയെ 100 അടി അടിക്കുവാൻ വേണ്ടി ന്യായാധിപൻ നിയമിച്ചപ്പോൾ കോടതിക്കുള്ളിൽ വെച്ചുകൊണ്ട് ന്യായാധിപന്റെ മുൻപിൽ 100 അടി അടിക്കുമ്പോൾ ഏറ്റുവാങ്ങിയിട്ട് പറയാ, എന്റെ പ്രവാചകന്റെ പേര് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തന്റെ ജീവൻ പോലും വെള്ളപ്പട്ടാളത്തിന്റെ മുമ്പിലേക്ക് പണയം വെച്ചുകൊണ്ട് ഏത് സമയവും അവരുടെ കയ്യിലുള്ള തോക്കിന്റെ ലിവറൊന്ന് വലിച്ചു പോയാൽ ഏത് സമയവും എന്റെ ജീവൻ അപകടത്തിലെന്ന് ഉറപ്പു വന്നു പോയ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി കോടതിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് പറയുന്നു, എന്റെ പ്രവാചകന്റെ പേരൊരു പ്രാവശ്യം പറഞ്ഞപ്പോൾ 100 അടി നിങ്ങൾ എന്നെ അടിച്ചുവെങ്കിൽ അതേ നിങ്ങളുടെ കോടതിക്കുള്ളിൽ എന്റെ പ്രവാചകന്റെ പേര് ഞാൻ 100 പ്രാവശ്യം പറയുമെങ്കിൽ നിങ്ങൾ എന്നെ 100 അടി അടിക്കുമല്ലോ, 1000 അടി അടിക്കുമല്ലോ. എന്റെ പ്രവാചകന്റെ പേര് ഇതേ കോടതിക്കുള്ളില് 1000 പ്രാവശ്യം മുഹമ്മദ് അലി വിളിച്ചു പറഞ്ഞു പോയാ അതേ മുഹമ്മദ് അലിയെ നിങ്ങൾ 10,000 അടി അടിക്കുമല്ലോ. അതിന് യാതൊരുവിധ പ്രശ്നവുമേ മുഹമ്മദ് അലിക്കില്ല. മറിച്ചുകൊണ്ട് മുഹമ്മദ് അലി മരിക്കുന്നത് വരെ തൊണ്ട കീറിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് വളരെ ഉച്ചത്തിൽ ഇതേ കോടതിയിൽ വെച്ചുകൊണ്ട് ഈ മുഹമ്മദ് അലി വിളിച്ചു പറയുമെന്ന സന്തോഷത്തോടെ വെള്ളപ്പട്ടാളത്തിന്റെ ന്യായാധിപന്റെ മുഖത്ത് നോക്കിയിട്ട് യാതൊരു മടിയുമില്ലാതെ വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന ഈമാനിന്റെ മാധുര്യത്തിന് എളുപ്പവൈ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേലിലുള്ള സലാത്ത. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി മാധുര്യം കൂടണ്ടേ? അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലേക്ക് നാം ഇവിടെ വെച്ചുകൊണ്ട് മദീനയിലേക്ക് പറഞ്ഞേക്കുന്ന സലാത്ത. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മാധുര്യം കൂടി വരും സ്വർഗത്തിലേക്ക്. സലാത്തിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവർ, ധീരതയിൽ കോടതിക്കുള്ളിൽ പറയാ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ നിങ്ങൾ 100 അടി അടിക്കും.
ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ 1000 അടി അടിക്കുമല്ലോ. ഞാൻ 1000 പ്രാവശ്യം പറയാം, നിങ്ങൾ എന്നെ 10000 അടി അടിച്ചോ. പക്ഷേ നിങ്ങൾ എന്നെ 10000 അടി അടിച്ചാൽ ഇൻഷാ അല്ലാഹ് മുഹമ്മദ് അലി മരിക്കുന്നത് വരെ തൊണ്ട പൊട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കോടിക്കുള്ളി വെച്ച് ഞാൻ ചൊല്ലാം, ഞാൻ ഒക്കെ പറയും. നിങ്ങൾ എന്നെ കൊന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് ജീവിതം പണയം വെച്ചുകൊണ്ട് മുഹമ്മദ് അലി അന്ന് ആ വെള്ളപ്പട്ടാളത്തിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഓർത്തു നോക്കും. എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാർ ഓർത്തു നോക്കി. ഇന്ന് നമുക്കൊരു പ്രശ്നമുണ്ടോ? നമുക്കൊരു യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ വീട്ടിനുള്ളിൽ സുഖസുഗന്ധരത്തില് സുഖനിദ്രയില് കഴിഞ്ഞുകൂടുമ്പോ നമ്മുടെ വീടുകളുടെ ഉള്ളിൽ തന്നെ സന്തോഷത്തില് ഞാനും നിങ്ങളും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ഞാനും നിങ്ങളും സന്തോഷത്തോടെ വിശാലതയുള്ള വീട് കെട്ടി പവിത്ര സുന്ദരമായ എന്റെ പ്രിയമുള്ളവരെ സന്തോഷങ്ങളോടെ ആ ജീവിതം കഴിച്ചു കൂട്ടുന്നുവെങ്കിൽ അതേ ലോകത്തെ പടക്കുവാനോ കാരണമായ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലിപ്പോവാ. എന്റെ പ്രിയമുള്ളവരെ, മനസ്സുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? കേവലം ഒരു ദിവസം അല്ലാഹു 24 മിനിറ്റ് 24 മണിക്കൂർ അല്ലാഹു നൽകിയെങ്കിൽ ആ ദിവസത്തില് കേവലം 24 മിനിറ്റെങ്കിലും അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ ഹദ്റത്തിലേക്ക് വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ള സഹോദര, ഞാനും നിങ്ങളും മനസ്സ് വെച്ചൊന്ന് കൊതിച്ചു പോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളോ തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളോ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ മനസ്സിലാക്കണേ, മൂസാ നബിയെ പടച്ച അല്ലാഹ്, ഈസാ നബിയെ പടച്ച അല്ലാഹ്, എന്റെ പ്രിയമുള്ളവരെ ദാവൂദ് നബിയെ പടച്ച അല്ലാഹ്, ലോകത്തുള്ള സകലമായ അമ്പിയാക്കളെയും പടച്ച അല്ലാഹ്. അതേ അല്ലാഹു തന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഒരു പ്രവാചകന്റെ പേരെടുത്ത് പറഞ്ഞെങ്കിൽ ആ പ്രവാചകന്റെ പേരിലേക്ക് സലാത്ത് ചൊല്ലാം. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആരെയാ? അല്ലാഹുവിന്റെ റസൂല്. അല്ലാഹുവിന്റെ റസൂലിനെയല്ലേ അല്ലാഹുവും മലക്കുകളും ഖുർആനിലൂടെ വിളിച്ചു പറഞ്ഞത്. അല്ലാഹു വിളിച്ചു പറഞ്ഞത് ഞാനും മലക്കുകളും സലാത്ത് ചൊല്ലുന്നുണ്ട്. അതേ കാരണമായ സഹോദര, നീയും സലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ശക്തമായി നമ്മോട് നൽകിയ ഒരു വാക്കും, ഇന്നല്ലാഹു മലായികതു യുസല്ലൂന അലൻ നബി. അള്ളയും ഞാനും അതുപോലെ എന്റെ മലക്കുകളും സലാത്ത് ചൊല്ലുന്നു. ഏതല്ലയാ? മൂസാ നബിയെ പടച്ച അള്ളയല്ലേ? ഈസാ നബിയെ പടച്ച അള്ളയല്ലേ? എന്റെ പ്രിയമുള്ളവർ, ഇസ്മായിൽ ക്ലേശങ്ങളുടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇസ്മായിൽ നബിയുടെ ആ ഒരു ജനനവും ഇസ്മായിൽ നബിയെ അറുക്കാൻ കൊണ്ടുപോയ ആ സന്തോഷ ദിവസങ്ങളൊക്കെ ഞാൻ പിന്നിട്ടിട്ടേ ഉള്ളൂ. എന്റെ പ്രിയമുള്ളവർ, അത്രയും ക്ലേശങ്ങൾ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്തെങ്കിൽ ആ അള്ളാഹു തന്നെ ഖുർആനിലൂടെ വിളിച്ചു പറഞ്ഞത് ആർക്ക് വേണ്ടി സലാത്ത് ചൊല്ലുവാനാ, ആരുടെ വേണ്ടി സലാത്ത് ചൊല്ലുവാനാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളേ. അള്ളാഹു അവിടുത്തെ ഒരുപാട് സലാത്തുകൾ അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയും, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ പറയും, ഈ സലാത്തൊക്കെ ഇവിടെ നിന്ന് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് ദുനിയാവിലൊന്നും കാണുന്നില്ലല്ലോ, ആഖിറത്തിൽ വെച്ചല്ല, ആഖിറത്തിൽ ചെന്ന് കാണാമല്ലോ. ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ സലാത്ത് ചൊല്ലുക, ദുനിയാവിലുള്ള ഇൻഷാ അല്ലാഹ് കുറച്ചു കൈ മുൻപ് നമുക്ക് പറഞ്ഞു തന്നെ ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ മനസ്സിൽ കൈവച്ചു ചിന്തിക്കണം. ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ അടുത്തു പോകണമെങ്കിൽ പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് കൂട്ടുകൂടുന്നതൊന്നുകൂടി അടുത്ത് വരണമെങ്കിൽ അവനോട് സ്നേഹമേറ്റണേ, അവനോട് നിന്റെ അലങ്കരിപ്പിച്ചെടുക്കണേ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബി തങ്ങളുടെ ഹദറത്തിലേക്ക് എത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിനോട് അടുക്കാൻ കഴിയോ അത്രത്തോളമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഹബീബുമായി അടുക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ അടുത്തുപോയ എത്രത്തോളം സഹാബികള് അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്തുപോയ എത്രത്തോളം സഹാബികള് നമുക്കൊരു മാതൃകയാ. ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ മറക്കാൻ കഴിയുമോ? ബാങ്ക് കൊണ്ട് ഇമ്പം നുകർന്നു പോയ മദീന മുഴുവനും ബാങ്ക് കൊണ്ട് മനോഹരിപ്പിച്ച ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ജീവിതമല്ലേ അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവെന്ന് പറഞ്ഞെന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ദുനിയാവെന്ന് ഇവിടെ പറഞ്ഞെന്നറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ കരഞ്ഞുകൊണ്ട് മദീനയിൽ നിന്ന് പോകുകയാ. ഹബീബില്ലാത്ത മദീനയിൽ ബിലാൽ ജീവിക്കില്ല, ഹബീബില്ലാത്ത മദീനയിൽ ജീവിക്കാൻ ബിലാലിന് പറ്റുകയില്ല. ബിലാല് മദീനയിൽ നിന്ന് നാട് വിടുകയെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീന ഉപേക്ഷിച്ച് ഹിജ്റ പോവുകയാ. മദീന ഉപേക്ഷിച്ച് മറ്റു നാട്ടിലേക്ക് പോവുകയാ. നാട് ഉപേക്ഷിച്ച് മറ്റു നാട്ടിലേക്ക് പോയ ബിലാൽ തങ്ങൾ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഒരുപാട് കാലങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞു നീങ്ങിയപ്പോ എന്റെ പ്രിയമുള്ളവരെ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് റസൂൽ സ്വപ്നത്തിൽ വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ മുഅദ്ദിനിന്റെ അരികിലേക്ക് സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ബിലാൽ തങ്ങളോട് ചോദിക്കുകയത്രേ. ഒരു പാതിരാത്രി ഉറക്കിന്റെ നിശബ്ദതയിൽ മയങ്ങിപ്പോയ ബിലാൽ തങ്ങൾ സലാത്ത് ചൊല്ലി കിടന്നുറങ്ങുമ്പോ ഉറക്കിന്റെ നിശബ്ദതയിലേക്ക് കണ്ണുകൾ മയങ്ങുമ്പോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ബഹുമാനപ്പെട്ട പ്രവാചകന് കടന്നു വന്നുകൊണ്ട് ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണത്രേ, അല്ലയോ ബിലാൽ, നിനക്കെന്ത് വലിയ പിണക്കപാടാ ബിലാലേ? മദീന വിട്ടുകൊണ്ട് ഇവിടം പോരാ, ഇതിന് മാത്രം ഞാനെന്താ എന്നോട് ചെയ്തു പോയത് ബിലാൽ? അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് പാതിരാത്രി സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദര മറക്കല്ലേ, പ്രിയമുള്ള സഹോദരങ്ങളെ മറക്കല്ലേ. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആ പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാ. പെട്ടെന്ന് പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി മദീനയിലേക്ക് നടക്കുകയാ. ഒരുപാട് ദൂരം നടന്നു നീങ്ങി മദീനയിലേക്ക് ഒരുപാട് ഇരുടുള്ള പ്രദേശത്തിലൂടെ ബിലാൽ മുഅദ്ദിൻ പാതിരാത്രി തന്നെ നടക്കുമ്പോ നാട് വിട്ടുപോയ ബിലാൽ തിരിച്ച് മദീനയിലേക്ക് തന്നെ വരുന്നു. എല്ലാവരും അത്ഭുതത്തോട് നോക്കുകയാ. പിറ്റേ ദിവസം ളുഹറോടടുത്ത സമയത്ത് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആ വിട്ടുപോയ നാടിൽ നിന്ന് മദീനയിലേക്ക് എത്തുമ്പോ ളുഹറോടെ അടുത്ത ബിലാൽ തങ്ങൾ മദീനയിലേക്ക് ചെന്ന് കയറുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിവെച്ച് അബൂബക്കർ സിദ്ദീഖ് ബിലാൽ തങ്ങൾ സ്വീകരിക്കുകയാ. ഉമർ തങ്ങൾ കാണുന്നു, ഉമർ തങ്ങൾ ബിലാലിനെ സ്വീകരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുകയാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു സ്വീകരിക്കുകയാ. എന്തേ സ്വീകരിക്കാൻ കാരണമെന്ത്? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന്, അല്ലാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്തെന്ന് ബിലാൽ മദീന വിട്ടതാ. അതെ, ബിലാൽ പിന്നെ മദീനയിലേക്ക് തിരിച്ചു വരുന്നതിന്ന
ഒരുപാട് വർഷങ്ങൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം, അത്രത്തോളം സന്തോഷവും ആവേശവും ഒക്കെ ആയിരുന്ന ആ നാട്ടുകാർ. അല്ലേ, ബാങ്ക് എന്ന് പറഞ്ഞ എന്താ ബാങ്ക്? അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇരിക്കവേ അള്ളാഹുവിന്റെ റസൂല് ഉയർത്തിക്കൊടുത്ത സ്ഥാനവാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്. എത്രത്തോളം ഇമ്പമുള്ള ബാങ്കായിരുന്നു ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണം, അത്രത്തോളം രീതിയിലും നീളത്തിലും അതുപോലെ മനസ്സിലുറച്ച തെക്കുവയിലോടെ ബാങ്ക് കൊടുക്കാൻ നമ്മുടെ നാട്ടിലാണ്. അതുപോലെയുള്ള ഒരു ബാങ്ക് കൊടുക്കാൻ അതുപോലെ ലോകമറിയപ്പെട്ട സ്ഥാനമുള്ളൊരു മുഅദ്ദിൻ കിട്ടാനുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പിടിച്ച് ഉയർത്തി വെച്ചതാ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. അത്രത്തോളം ആ പദവിയിൽ ബിലാൽ തങ്ങൾ ഉയർന്നുപോയി. ആ സ്നേഹം അല്ലാഹുവിന്റെ റസൂലിനോട് എത്തിപ്പോയി. കാരണം എന്താ? ഇടയിലൂടെ ബിലാൽ തങ്ങൾ കൂട്ടിപ്പിടിച്ച സലാത്തായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സലാത്ത് ചൊല്ലിയിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞ റസൂൽ അങ്ങോട്ട് പോയി കണക്ട് ചെയ്തപ്പോ ബിലാൽ തങ്ങൾ അവിടെ നിന്ന് മദീനയിലേക്ക് വീണ്ടും തിരിച്ചു വരിക. സിദ്ദീഖ് തങ്ങൾ കണ്ടു, ഉമർ തങ്ങൾ കണ്ടു, ഉസ്മാൻ തങ്ങൾ കണ്ടു, അലിയാർ തങ്ങൾ കണ്ടു, എല്ലാവരും സ്വീകരിച്ചു. അവസാനം ളുഹറിന്റെ സമയത്താണല്ലോ കയറി വരുന്നത്. അല്ലേ, മനസ്സിലാവുന്നുണ്ടാ പറയാം? ഇല്ലേ ഉണ്ട്. അപ്പോ ളുഹറിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കയറി വരുമ്പോ ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് എല്ലാവരും കണ്ടു, സ്വീകരിച്ചു, സലാം പറഞ്ഞു, മുസാഫത്തൊക്കെ ചെയ്തു. ബിലാൽ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ബാങ്ക് കൊടുക്കാൻ സമയമായി, അങ്ങ് ബാങ്ക് കൊടുക്കണം ബിലാൽ തങ്ങളെ. മനസ്സിലാകെ വല്ലാത്ത വിഷമത്തിന്റെ മുത്തുകൾ പൊട്ടിയതുപോലെ ബിലാൽ മുഅദ്ദിൻ തങ്ങൾ ആകെ പരിഭ്രാന്തിയായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, ബിലാൽ ബാങ്ക് കൊടുക്കില്ല. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ ഈ ബിലാലിന് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല തങ്ങളെ. മനസ്സ് നൊന്നുകൊണ്ട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മുഖത്ത് നോക്കി പറയാ, തങ്ങൾ അവിടെ വിഷയം വിട്ടു. ഉമർ തങ്ങൾ പറയാ, ഉമർ തങ്ങൾ ആരാ? എന്റെ പ്രിയമുള്ളവർ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതൊന്ന് വിശദീകരിച്ച് അങ്ങോട്ട് നീങ്ങിയ ഉസ്മാൻ ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ 2 ദിവസം മുമ്പ് ഞങ്ങളെ നാടിന്റെ തൊട്ടപ്പുറം പരിപാടി വെച്ചു മരണമൊക്കെ പറഞ്ഞ്, മരണം മാശര വിഷയം, മരണം പറഞ്ഞു ഒന്നിങ്ങോട്ട് പരലുമ്പലേക്ക്, അതിൽ നിന്ന് വിഷയം മറ്റതിലേക്ക് എന്നതുപോലെ മരണം ഇങ്ങോട്ട് കഴിഞ്ഞ് മാശറയിലേക്ക് എത്തും മുമ്പ് കബറ് വെച്ചുകൊണ്ട് വാത് നിർത്തേണ്ടി വന്നു. കാരണം സമയം 2.25 മണിക്കൂർ അവിടെ അതിമേലെ തന്നെ വെച്ച് കുടിച്ചുപോയി. അപ്പൊ അതുപോലെ എന്റെ പ്രിയമുള്ളവർ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്കൊന്നും കടുക്കാതെ തന്നെ പറയാം. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറഞ്ഞു, അലിയാൽ തങ്ങൾ അങ്ങ് ബാങ്ക് കൊടുക്കും. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ തങ്ങളോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ തങ്ങളെ അങ്ങ് ബാങ്ക് കൊടുക്കും. ബിലാൽ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഇല്ല, ബിലാലിന് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ മദീനയിലില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അതേപോലെ ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിനോട് ഉപദേശിക്കുമ്പോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന് ഒരു മാറ്റവുമില്ലാതെ ബിലാൽ മുഅദ്ദിൻ തങ്ങൾ പറയുന്ന, എനിക്ക് കഴിയില്ല, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ ബിലാലിന് ബാങ്ക് കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ നാലാമതായി അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ ബഹുമാനപ്പെട്ട അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു, ബിലാൽ തങ്ങളോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾ അലി ബിൻ അബീ താലിബിനോട് പറയുകയാ, അല്ലയോ അലിയാർ തങ്ങളെ, ഹബീബ് വഫാത്തായപ്പോ മനസ്സ് ുകൊണ്ട് നാട് വിട്ടുപോയ ബിലാൽ എങ്ങനാ പിന്നെ മദീനയിലേക്ക് കടന്നു വന്ന് ഹബീബില്ലാത്ത മദീനയിൽ ബാങ്ക് വിളിക്കുക എങ്ങനാ തങ്ങളെ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലശേഷം കടന്നു വരേണ്ട 4 ഖലീഫമാരും ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് ആ നൂറ് നമസ്കാരത്തിന് പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞപ്പോ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തിന്റെ വഴി ഏറ്റവും അടുത്തു പോയ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം ഏറ്റവും ബന്ധമുള്ള ബിലാൽ തങ്ങൾ 4 ഖലീഫമാര് പറഞ്ഞ വാക്കുകൾ സ്വീകരിക്കാതെ ആ ബിലാൽ തങ്ങൾ ബാങ്ക് കൊടുക്കില്ലെന്ന നയം തന്നെ മനസ്സിൽ ഉറച്ചു വെച്ചപ്പോ
ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളുടെ അരികിലേക്ക് അഞ്ചാമതായി പറയാൻ വന്നതാണെന്നറിയുമോ? അഞ്ചാമതായി ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കടന്നു വന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാ. ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊണ്ട് ബിലാൽ തങ്ങളുടെ അരികിലേക്ക് ചെന്നിട്ട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് അഞ്ചാമതായി അവര് രണ്ടുപേര് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിച്ചു പോകുന്ന ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് വല്ലാതെ മനസ്സ് നിന്നുകൊണ്ട് എന്റെ ഹബീബിന്റെ പേരക്കിടാതല്ലേ പറയുന്നു, എങ്ങനാ ബിലാൽ സ്വീകരിക്കാതിരിക്കുക, എങ്ങനാ ബിലാൽ വാക്ക് തള്ളി ഒഴിവാക്കുക, എന്റെ പ്രവാചകന്റെ പേരക്കിടാവല്ലേ, എന്റെ പ്രവാചകന്റെ കിടാങ്ങളല്ലേ, പിന്നെങ്ങനാ വാക്കുകൾ തള്ളി മാറ്റുക? ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആകെ വിഷമത്തിലെ പരിഭ്രാന്തിയോട് അവിടെ നിന്ന് സ്വീകരിക്കുമ്പോ കരഞ്ഞുകൊണ്ട് ളുഹർ ബാങ്ക് കൊടുക്കുക. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ളുഹറിന്റെ സമയത്ത് ബാങ്ക് വിളിക്കുക. ആ പള്ളിയുടെ മിനാരത്തിന്റെ മുകളിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് മദീനയിൽ ബാങ്ക് വിളിക്കുമ്പോ ആ മദീനയുള്ള പള്ളിയുടെ ചുറ്റുമട ആളുകൾ ഒഴുകി വരികയാ. ആളുകൾ ഓടി ഒഴുകി മദീനയുടെ പള്ളി മുഴുവൻ റൗണ്ട് നിന്നുകൊണ്ട് വല്ലാതെ സന്തോഷത്തിൽ ഓരോ മനുഷ്യന്റെ മനസ്സിലും അന്നേരം വന്നുപോയ ചിന്തയെന്തോ, റസൂലുള്ളാഹിന്റെ മദീനയിൽ ബിലാലിന് വരില്ലെന്നല്ലേ. ബിലാൽ മുഅദ്ദിന് നാട് വിടുമ്പോ ബിലാൽ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ഈ ബിലാലിന് മദീനയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ ഇനി വേണമെന്ന് പറഞ്ഞു പോയ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കുമ്പോ ഓരോ മനുഷ്യരും ഓടി വരികയാ. വരുമ്പോൾ ഓരോ മനുഷ്യന്റെയും മനസ്സിലുള്ള എന്താ? ഓരോ മനുഷ്യനും മനസ്സിൽ വെച്ചുപോയ ചിന്ത എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നു, അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു വന്നു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞ് ബാങ്ക് കൊടുക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, മദീനയുടെ മണവാളന്റെ പേര് പറയുന്ന ഭാഗമായ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പേര് പറയുമ്പോ ആ ബിലാൽ തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയിട്ട് ആ ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പ്രിയമുള്ള മുസ്ലിം ഉമ്മത്തെ മനസ്സിലുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ആ ഹബീബിനെ ഓർക്കാതെ ഞാൻ പോയിട്ടില്ലേ? കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ എന്റെ റസൂലിനെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിൽ ഞാൻ ഓർത്തു പോയിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള മുസ്ലിമേ, എന്റെ പ്രിയമുള്ള സഹോദരാ, ബാങ്ക് വിളിക്കുമ്പോ റസൂലിന്റെ പേര് പറഞ്ഞപ്പോ ആ ഹബീബിനെ ഓർത്തുപോയി കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്ത ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത ബിലാൽ തങ്ങൾ നമുക്കൊരു മാതൃകയെന്നാകുമ്പോ എന്റെ പ്രിയമുള്ളവരെ മറക്കല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരൻ, എന്റെ പ്രിയമുള്ളവരെ നമുക്ക് മറന്നു പോകാൻ കഴിയൂല. അവരൊക്കെ ജീവിച്ചു തന്ന ആ ഒരു മാതൃക, ആ ഒരു പാത പിൻപറ്റി ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാമൊക്കെ വളരെയധികം മനസ്സിലാക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമീങ്ങൾ പോലും അല്ലാഹു റസൂലുള്ളാഹിക്കെതിരെ വരുന്ന ഒരു കാലത്തിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുമ്പോ നബിയുടെ പേര് കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരൊക്കെ തമ്മിൽ എത്ര റസൂലുള്ളാഹിയോട് അടുത്തുപോയിട്ടുണ്ടാകും. നാം ഒന്ന് ഓർത്തു നോക്കി. ഒരു വട്ടം ഹബീബിന്റെ പേര് ഇവിടെ വെച്ച് പറയുമ്പോ മനസ്സ് നൊന്തുകൊണ്ടെന്ന് മദീനയിലേക്ക്
നമ്മുടെ ചിന്ത കടന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ആ മദീനയുടെ പച്ചക്കുപ്പ ഉദിച്ചു വന്നിട്ടുണ്ടോ എന്നതാണ് എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കി. എന്നിട്ട് നമ്മുടെ ഈമാൻ മനസ്സിലുറപ്പിക്കണം. മാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പിൻപറ്റിയതേതാ? ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മനസ്സിലുറച്ചു പോയി പിൻപറ്റിപ്പോയ മാതൃക ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, യാ യുഅ്മിനു അഹദകും അത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു, ഒരു മനുഷ്യന് യഥാർത്ഥ മുഅ്മിനാവില്ല. ലാ യുഅ്മിനു, ഒരു മനുഷ്യന് യഥാർത്ഥ മുഅ്മിനാവില്ല. അഹദകും അത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിന്റെ മാതാപിതാക്കാരും മാതാപിതാക്കളെക്കാരും കുടുംബക്കാരെക്കാളും എല്ലാവരെക്കാളും എല്ലാ നിന്റെ കൂട്ടുകുടുംബങ്ങളെക്കാളും എന്നെ വിശ്വസിക്കുന്നത് പോലെ, എന്നെ സ്നേഹിക്കുന്നത് പോലെ, എന്നോട് ഉപ്പുവെക്കുന്നത് പോലെ ഒരാളും യഥാർത്ഥ മുഅ്മിനാവില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരാളും യഥാർത്ഥ മുഅ്മിനാവൂല. ഉപ്പുവെക്കുന്നത് പോലെ എത്രത്തോളം നിന്റെ മാതാപിതാക്കളെക്കാളും കുടുംബത്തെക്കാളും അതുപോലെ ജനങ്ങളിൽ നിന്ന് ആരുണ്ടോ നിന്നോട് ഏറ്റവും അടുത്ത് അവരെക്കാളും എന്നെ സ്നേഹിച്ചോ അപ്പയേ നീ യഥാർത്ഥ മുഅ്മിനാവുമെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, അപ്പോൾ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് എപ്പോഴും ഒരു ബന്ധം നമ്മുടെ മനസ്സിലുണ്ടാക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ഒരു മാതൃക, ആ ഹബീബായിട്ട് ഏറ്റവും അടുക്കാനുള്ള മറ്റൊരു മാതൃക, ഹബീബ് തങ്ങളെ, അല്ലാഹു റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ അടുത്തുപോയവരായിട്ട് അടുക്കാനും നമുക്ക് അടുക്കാൻ കഴിയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് മക്ബറകൾ, മഹാന്മാര് ഈ മഹത്തായ നമ്മുടെ പള്ളിക്ക് ചുറ്റുമായി ഉറങ്ങുന്നുണ്ട്. അവരെയൊക്കെ വല്ലാതെ സ്നേഹിച്ച എന്റെ പ്രിയമുള്ളവർ, അവരുടെ ബർക്കത്ത് കാരണം അവിടത്തേക്ക് നമുക്ക് സ്നേഹിക്കാൻ കഴിയും, റസൂലുമായിട്ട് നമുക്ക് അടുക്കാൻ കഴിയും. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അതുപോലെ നമ്മുടെ ജീവിതം എത്ര ക്ലേശം, എത്രത്തോളം വേദന നിറഞ്ഞാലോ ഹബീബിനെ വിട്ടുകൊണ്ട് മറ്റൊരു ജീവിതത്തിൽ നാം ഏർപ്പെട്ടു പോകുന്നത് എപ്പോഴും അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ ഓർമ്മ വേണം. അല്ലാഹു അതിനെ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയോട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സന്തോഷത്തിൽ ഹിറാ ഗുഹയിലേക്ക് പോയ നല്ലതായ ഒരു ചരിത്രം എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുൻപിലേക്ക് ഉണർത്തട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയുകയാ, അല്ലയോ അബൂബക്കർ തങ്ങളെ, അബൂബക്കർ തങ്ങളെ, എന്റെ ജീവിതത്തിലുള്ള സകലമാന അമലും ഞാൻ നിങ്ങൾക്ക് നൽകാം. അബൂബക്കർ തങ്ങളെ, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസം നിങ്ങൾക്ക് എനിക്ക് നൽകാവോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖത്താബ് തങ്ങൾ ചോദിച്ച ജീവിതത്തിലെ സകലമാന അമലുകൾ കൊടുത്തുകൊണ്ട് അബൂബക്കർ തങ്ങളുടെ ജീവിതത്തിലെ ഒരു അമല് പകരം വാങ്ങാ. എന്റെ പ്രിയമുള്ളവരെ,
അവിടെ വെച്ചുകൊണ്ട് ചോദിച്ചെങ്കിൽ ഏത് പകരം വാങ്ങാൻ ചോദിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയെ വധിക്കുവാൻ വേണ്ടി, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയെ വധിക്കാൻ ഇവരമൂത്ത പൂജകള് 100 ഒട്ടകം പകരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സകലമാന മക്ക ഖുറൈശികളെ ഇറക്കി വിട്ടുപോയ ദിവസത്തില്, അബൂബക്കർ തങ്ങളും റസൂലും നടന്നു നീങ്ങിയ ദിവസത്തില്, അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ തങ്ങളും നടന്നു നീങ്ങിയ ദിവസത്തില്, റസൂലുള്ളാഹിയും അബൂബക്കർ തങ്ങളും നടന്നുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ റസൂലിനെ അവിടെ ഇട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് കളിക്കുന്ന കുട്ടിയെപ്പോലെ ഒരുപാട് ദൂരം മുമ്പോട്ടോടുകയാ. വീണ്ടും അവിടെ നിന്ന് റസൂലുള്ളാഹി അരികിലേക്ക് തന്നെ തിരിച്ചു വരികയാ. അതേ സിദ്ദീഖ് തങ്ങള് പിറകിലോട്ടോടുന്നു. ഒരുപാട് ദൂരം വീണ്ടും പിറകിലോട്ട് ഓടി നീങ്ങുകയാ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങള് ഒരുപാട് ദൂരം ഓടിയ ശേഷം അല്ലാഹുവിന്റെ റസൂലുള്ളാഹി അരികിലേക്ക് തന്നെ കടന്നു വരികയാ. വീണ്ടും അതാ വലത്തോട്ട് ഒരുപാട് ദൂരം ഓടി ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി ആ വഴിയിലിട്ടുകൊണ്ട് വലത് സൈഡിൽ ഒരുപാട് ദൂരം ഓടുന്നു. വീണ്ടും റസൂലുള്ളാഹി അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇടത് സൈഡിലേക്ക് ഒരുപാട് ദൂരം ഓടി നീങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ഓടി തിരിച്ചു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു പോവുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അങ്ങയെ വധിക്കാൻ ഖുറൈശികൾ 100ഓളം ഒട്ടകത്തെ സമ്മാനം നൽകിയിട്ടും നമ്മൾ രണ്ടുപേരും ഒരു വഴിയിലൂടെ നടക്കുമ്പോ റസൂലേ അങ്ങയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അബൂബക്കർ അങ്ങയെ ഒറ്റക്കിട്ടുകൊണ്ട് ഒരുപാട് മുൻപോട്ടോടിയത്, തിരിച്ചു വന്നുകൊണ്ട് ഒരുപാട് പിന്നോട്ടോടിയത്, വീണ്ടും വന്ന് വലത്തോട്ടോടിയത്, വീണ്ടും വന്നിടത്തോട്ടോടിയത്. അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അങ്ങയോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല നബിയേ. പിന്നെ സിദ്ദീഖ് മുൻപിലോട്ട് ഓടിയതെന്തിനെന്നറിയുമോ? സിദ്ദീഖ് മുൻപോട്ട് ഒരുപാട് ദൂരം ഓടിയതെന്തിനെന്നറിയോ? ഹബീബേ, അങ്ങയെ ഒറ്റക്കിട്ടുകൊണ്ട് ഓടിയത്, ഞാൻ അങ്ങയും നടന്നു നീങ്ങുന്ന വഴിയില്, അങ്ങയും ഞാനും നടന്നു നീങ്ങുന്ന വഴിയില് അല്ലാഹുവിന്റെ പ്രവാചകരെ വല്ല ശത്രുവും വല്ല കുഴിയും കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഹബീബേ ആദ്യം ഓടിയ അബൂബക്കർ, ആദ്യം ഓടിയ അബൂബക്കർ ഉണ്ടല്ലോ, ആ അബൂബക്കർ ആ കുഴിയിൽ വീണുകൊള്ളട്ടെ നബിയേ. ആദ്യമായി അങ്ങയെ ഇട്ടുകൊണ്ട് ഞാൻ ഓടിയത് ആ കുഴിയിൽ ഒന്നാമതായി അബൂബക്കർ ആ കുഴിയിലേക്ക് വീണെങ്കിൽ അങ്ങയുടെ റസൂലേ അങ്ങ് രക്ഷപ്പെടാമല്ലോ, അങ്ങേക്ക് രക്ഷപ്പെടാമല്ലോ നബിയേ. ആ കുഴിയിൽ അബൂബക്കർ വീണുകൊള്ളട്ടെ നബിയേ. രണ്ടാമതായി സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നബിയേ, ഞാൻ പിറകിലോട്ട് ഒരുപാട് ദൂരം ഓടിയത്, അല്ലാഹുവിന്റെ റസൂലേ പിന്നിൽ വല്ല ശത്രുക്കളും വരുന്നുവെങ്കിൽ അവരെന്നെ ആദ്യമായി ആക്രമിക്കട്ടെ, ആദ്യമായി എന്നെ ആക്രമിച്ചു കൊള്ളട്ടെ. അപ്പോൾ നബി അങ്ങക്ക് രക്ഷപ്പെടാം, അപ്പോൾ നബി അങ്ങക്ക് രക്ഷപ്പെടാം. അതുകൊണ്ടാ ഒരുപാട് ദൂരം ഈ അബൂബക്കർ അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ ഒറ്റക്കിട്ടുകൊണ്ട് അബൂബക്കർ ഒരുപാട് ദൂരം പിന്നോട്ട് ഓടിയത് നബിയേ. മൂന്നാമത് പറയുന്നു, നബിയേ, അബൂബക്കർ വലത് സൈഡിലും ഇടത് സൈഡിലും ഓടിയില്ലേ? സൈഡിലും ഇടത് സൈഡിലുമുള്ള കാടുകളില് വല്ല ഖുറൈശികളും ശത്രുക്കളും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ ആദ്യമായി അബൂബക്കറിനെ ആക്രമിക്കട്ടെ, ആദ്യമായി അബൂബക്കറിനെ ആക്രമിക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങിയോ റസൂൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടേക്കാ നടന്നു നീങ്ങിയതെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഹിറാ ഗുഹയിലേക്കല്ലേ, ഹിറാ ഗുഹയിലേക്കല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങിയ ഗുഹ.
സൗർ എന്ന ഗുഹയിൽ, ആ ഗുഹയിലേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൗർ എന്ന ഗുഹയിലേക്ക് നടന്നു നീങ്ങി. ഒരുപാട് ദൂരം നീങ്ങി അതിലേക്ക് കയറും മുമ്പും സിദ്ദീഖ് തങ്ങൾ നബിയെ അവിടെ എത്തിക്കുക. നിങ്ങളുടെ അരികിലേക്ക് ഇതിന്റെ സംഘാടകര് ബക്കറ്റുമായി വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും, നിങ്ങൾക്കറിയാം എന്റെ പ്രായം ചെറുതായതുകൊണ്ട് അവസാനം ഒരു പിരിവൊന്നു വലിയതുപോലെ ഉണ്ടാവൂല എന്ന കാര്യം നിങ്ങൾക്കറിയാം. അതിനൊന്നും അറിയോ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കയ്യിലുള്ള നല്ലതായ സംഭാവനകൾ ഒരു 100 രൂപയിൽ കുറയാതെയെങ്കിലും എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവർ രണ്ടുപേരും കൂടി സൗറിലേക്ക് ചെന്നുകൊണ്ട് സൗറെന്ന ഗുഹയുടെ പുറത്തല്ലാടെ ഹബീബിനെ നിപ്പിച്ചിട്ട് നബിയോട് വീണ്ടും പറയാം, നബി അങ്ങവിടെ നിൽക്ക്, ഞാൻ ആദ്യം കയറാം. ഗുഹയ്ക്കുള്ളിൽ അല്ലാഹുവിന്റെ റസൂലെ അങ്ങവിടെ നിൽക്ക്. സിദ്ദീഖ് ആദ്യം അകത്തേക്ക് കയറട്ടെ. അതിനുള്ളിൽ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ, അതിനുള്ളിലെ വല്ല വന്യമൃഗങ്ങളും ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ, അല്ലാഹുവിന്റെ റസൂലേ, സൗറിനുള്ളിലെ വല്ല വന്യമൃഗങ്ങളുടെയും വാസസ്ഥലമായി അതിനുള്ളിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബേ, അത് മേക്കുന്നത് ആദ്യമായ അബൂബക്കറിനാകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളയോട് പറഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്ത് നിർത്തിയിട്ട്, അല്ലാഹുവിന്റെ റസൂലിനെ പുറത്ത് നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു നിൽക്കെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അകത്തേക്ക് കയറുകയാ. അകങ്ങളിലേക്ക് കയറിയിട്ട് എല്ലാവിധ അഴുക്കുകളും നിയന്ത്രിച്ചുകൊണ്ട് വൃത്തിയാക്കിയിട്ട് എല്ലാവിധ പൊത്തുകളും തന്നെ വസ്ത്രം ചീന്നിട്ട് അടച്ചു വെക്കുമ്പോ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കാൻ ബാക്കിയുള്ള ഒരു പൊത്തിലേക്ക് കാലിട്ട് വെച്ചപ്പോ, ഒരു പൊത്തിലേക്ക് സിദ്ദീഖ് തങ്ങൾ അടക്കാൻ മറന്നുപോയ, അടക്കാൻ ബാക്കിയൊന്നുമില്ലാതെ കാലിട്ട് വെച്ച പൊത്തിലേക്ക് കാലിട്ട് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചകത്ത് കയറ്റുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സിദ്ദീഖ് തങ്ങളെ മടിയിലേക്ക് തല ചായ്ച്ച് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ഉറക്കത്തിലേക്ക് മയങ്ങുമ്പോ, ഉറക്കത്തിലേക്ക് സിദ്ദീഖ് തങ്ങളെ മടിയിൽ വെച്ചുകൊണ്ട് തല ചായ്ച്ച് വെച്ചുകൊണ്ട് നബി നീങ്ങുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സിദ്ദീഖ് തങ്ങളുടെ കാലിലേക്കൊരു പാമ്പട, ആ കാലിട്ട് മറച്ചു വെച്ച പൊത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു പാമ്പാഞ്ഞു കൊത്തുകയാ. വിഷമുള്ളൊരു സർപ്പവാ ആഞ്ഞു കൊത്തുന്നേ. അത് പാമ്പ് ഏതെന്നറിയോ? ഏത് പാമ്പെന്നറിയോ? ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ നിധിയായ നബിയുള്ളാഹി സുലൈമാൻ നബി അലൈഹി വസലാത്തു വസ്സലാം അവസാനമായ ദുനിയാവിലേക്ക് കടന്നു വരുന്ന പ്രവാചകനെ കുറിച്ച് സകലമായ ജിന്നിനോടും മനുഷ്യനോടും അല്ലാഹുവിന്റെ പടപ്പുകളായ പടപ്പുകളോടല്ല ഒരുപോലെ സംസാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്ത നബിയുള്ളാഹി സുലൈമാൻ നബി അലൈഹി വസലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി അലൈഹി വസലാത്തു വസ്സലാം ഉണ്ടല്ലോ, ഇതുപോലെ പാമ്പുകളെ വിളിച്ചുകൊണ്ട്, ഒരുപാട് ജീവികളെ വിളിച്ചുകൊണ്ട് നബിയെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അവിടെ വെച്ചുകൊണ്ട് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ റസൂലുള്ളാഹിയെ മടുക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മടുക് ഒരുപാട് സുലൈമാൻ നബി വിശദീകരിക്കുമ്പോ, ആ സദസ്സിൽ നിന്ന് ഉഗ്രവിഷമുള്ളൊരു സർപ്പം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുലൈമാൻ നബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ആ വരാനിരിക്കുന്ന പ്രവാചകനെ എനിക്കൊന്ന് കാണണം നബിയേ, എനിക്കൊന്ന് കാണണം നബിയേ, ആ വരാനിരിക്കുന്ന പ്രവാചകനെ എനിക്കൊന്ന് കാണണം നബിയേ. സുലൈമാൻ നബി പറഞ്ഞു, ഇന്ന ഗുഹയിലേക്ക് ചെല്ലുക, അവിടെയുള്ള ഇന്ന പൊത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞപ്പോ, ആ കാലിട്ട പൊത്തിനുള്ളിലാ ആ പാമ്പ് കിടന്നുറങ്ങിയതെന്ന് എന്റെ പ്രിയമുള്ളവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുമ്പോ, ആ പാമ്പാന് കൊത്തുമ്പോ തങ്ങളെ വേദന കൊണ്ട് പൊളയുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ മടിച്ചുപോയ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ മടിച്ചുപോയ സിദ്ദീഖ്
ഞങ്ങളെ കണ്ണിനീരിട്ടി അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റുകൊണ്ട് കാര്യങ്ങൾ തിരക്കി വിശദീകരിച്ച അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ ഉമ്മീര് സിദ്ദീഖ് തങ്ങളെ കാലിൽ പുരട്ടിയ ആ ദിവസത്തെ ആ ഒരൊറ്റ ദിവസത്തെ അമലോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിന് നൽകിയ സകലമാന അമലുകളും നിങ്ങൾക്ക് ഞാൻ നൽകാം. പകരമായി അല്ലയോ തങ്ങളെ നിങ്ങളുടെ ജീവിതത്തില് ഒരേ ഒരമല് എനിക്ക് നൽകാമോ എന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ ആ ഒരമല് ആ സിദ്ദീഖ് തങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പ്രധാനപ്പെട്ട ആ ദിവസത്തെ ഒരൊറ്റ അല്ലാഹു അതുപോലെ നബി തങ്ങളോട് നടക്കാൻ ഏതായാലും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകിയിട്ടില്ല എന്നതുകൊണ്ട് ഇതിന്റെ സലാത്ത് അവിടത്തേക്ക് അടുക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകി. എപ്പോഴും വയല് പറയുന്ന ഉസ്താദുമാരോട് പള്ളിയിലെ മുലാക്കന്മാര് വയല് പറയുമ്പോ ഒക്കെ സ്ത്രീകളൊക്കെ ചോദിക്കും, ഉസ്താദെ എന്തുകൊണ്ടും മഹ്ശറയിൽ ഉപകാരം ഉണ്ടെന്ന് പറയും അല്ലേ സലാത്ത് ചൊല്ലിയ. പിന്നെന്തേ ദുനിയാവിനൊരു ഉപകാരമൊന്നും കാണാത്തത് എന്തേ അല്ലേ? സ്നേഹം അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് ഉണ്ടാവും. നാം കാമുകൻ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നോ അത്രത്തോളം അവൻ തിരിച്ച് നമുക്ക് സ്നേഹം തരുന്നു അല്ലേ? റസൂലുള്ളാഹി എത്രത്തോളം സ്നേഹിക്കണോ അത്രത്തോളം നമുക്ക് തിരിച്ച് അല്ലാഹുവിന്റെ റസൂല് സ്നേഹം തരും. അല്ലാഹു നമുക്ക് സ്നേഹിക്കും, മലക്കുകളെ നമ്മെ സ്നേഹിക്കും. സഹോദരങ്ങളെ, നാം ഒറ്റൊരു സലാത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ദിവസം ഒരു 10 സലാത്ത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി ഹദ്റത്തിലേക്ക് ചൊല്ലി വിടുമെങ്കിൽ എത്രത്തോളം സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നു, എത്രത്തോളം ദുആകൾക്ക് തിരിച്ചു കിട്ടുന്നു, എത്രത്തോളം ഉപകാരങ്ങൾ തിരിച്ചു കിട്ടുന്നറിയും. മരണത്തിന് എത്ര വേദനയുണ്ട്. മരണത്തിന്റെ വേദന എന്താ? മഹ്ശറക്ക് എത്ര അദാബുണ്ട്. മഹ്ശറയുടെ അദാബ് എന്താ? സിറാത്ത് എന്ന് പറയുന്നത് എത്ര വല്ലാതെ പേടിച്ച് വിറച്ചു പോകേണ്ട പാലമാണ്, എത്രത്തോളം ചിന്തിച്ചു പോകേണ്ട പാലമാ സിറാത്ത്. ഔദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളം എത്രത്തോളം മധുരമുള്ളതാ, എങ്ങനെ നാം വാങ്ങി കുടിക്കണം. അത് റസൂലുള്ളാഹി അരികിലേക്ക് നാലോളം മലക്കുകളെ കടന്നു വന്നുകൊണ്ട് പറയുന്നു, നബിയേ ഞങ്ങൾക്ക് 4 പേർക്കും ഒരു സന്തോഷം അങ്ങയെ അറിയിക്കാനുണ്ട് നബിയേ. മലക്കുകളാ അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് കടന്നു വന്നതെന്നറിയോ? മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം, അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാനുണ്ട് നബിയേ, ഞങ്ങളൊരു കാര്യം അങ്ങയോട് ഉണർത്തുകയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് സമ്മതം മൂളുമ്പോ ജിബ്രീൽ അലൈഹി വസല്ലത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവളെ വെച്ചുകൊണ്ട് പറയുന്നു, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി വസല്ലത്തു വസ്സലാം പറയുന്നു, ഒരു ദിവസം ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ മേലില് ഒരു ദിവസം ഒരു മനുഷ്യന് കേവലം 10 സലാത്ത് ചൊല്ലിയാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അവന്റെ സിറാത്ത് പാലം ഇടിമിന്നലിന്റെ വേഗത്തിൽ കൈ പിടിച്ചുകൊണ്ട് ഞാൻ കടക്കാൻ നബിയേ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുമ്പോ രണ്ടാമതായി മീകായിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി വസല്ലത്തു വസ്സലാം പറയുമ്പോ രണ്ടാമതായി മീകായിൽ അലൈഹി വസല്ലത്തു വസ്സലാം പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ ആ പ്രങ്ങയുടെ മേലിലേക്ക് ഏതൊരു വിശ്വാസിയും കേവലം 10 സലാത്തുകള് ഒരു ദിവസം ഒരു 10 സലാത്ത് ചൊല്ലിയോ, 2
ദിവസം ഒരു 10 സലാത്ത് ചൊല്ലുക. അതുപോലെ ജീവിതത്തില് എല്ലാ ദിവസങ്ങളിലും ഒരു 10 സലാത്ത് അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ മുകളിലേക്ക് ചൊല്ലിവിട്ട അല്ലാഹുവിന്റെ പ്രവാചകരെ നാളെ മഹ്ശറയില് ഹൗലുൽ കൗസർ കുടിപ്പിക്കുന്ന നബിയെ, അവൻ ഹൗലുൽ കൗസർ ഞാനാ കുടിപ്പിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട മീകാഈൽ അലൈഹി വസ്സലാത്തു വസ്സലാം പറയുമ്പോ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി വസ്സലാത്തു വസ്സലാം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ മഹ്ശറയിലെ ക്ലേശം അനുഭവിച്ച മനുഷ്യ മനസ്സ് മുഴുവനും ക്ലേശം അനുഭവിച്ച് മഹ്ശറയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലേ ആ മഹ്ശറയില് അവന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിന് ഞാൻ സുജൂദ് ചെയ്ത് കിടക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ പറയുമ്പോ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകരെ, അമ്പിയാക്കളുടെ റൂഹിനെ എങ്ങനെയാ ഞാൻ പിടിച്ചെടുക്കുന്നേ? നബിമാരുടെ റൂഹിനെ എങ്ങനെയാ ഞാന് ശരീരത്തിൽ നിന്ന് പിടിച്ച് വലിച്ചൂരി കൊണ്ടുപോകുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, അതുപോലെയാ അങ്ങയുടെ മേലില് ദിവസങ്ങളോളം 10 സലാത്തുകൾ ചൊല്ലിവിടുന്നവർക്ക് വേണ്ടി അങ്ങയുടെ മേലിലേക്ക് ഞാൻ സലാത്ത് ചൊല്ലുന്നവന് വേണ്ടി അവരുടെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെയെന്ന് അലൈഹി വസ്സലാത്തു വസ്സലാം പറയുമ്പോ പ്രിയമുള്ളവരെ, 3ഓളം ഉപകാരം മഹ്ശറയില് കിട്ടിയെങ്കിൽ ഒരു ഉപകാരം ദുനിയാവില് കിട്ടിയടാ. മരണവേദന ഒന്ന് കുറഞ്ഞു കിട്ടും. അല്ലാഹു നമ്മുടെ സക്കറാത്ത് നന്നാക്കി തെരുമാറാവട്ടെ. മരണവേദന ഒന്ന് കുറഞ്ഞു കിട്ടാനുള്ള ഒരു നല്ലതായ മാർഗം അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലേക്കുള്ള 10 സലാത്ത്. ദിവസം ഇൻഷാ അല്ലാഹ് ഒരു 50 സലാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ചൊല്ലിക്കൂടെ? ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കൂടെ? ചൊല്ലാം. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ദിവസം ഒരു 50 സലാത്ത്. ഇൻഷാ അല്ലാഹ് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പോലും അറിയാതെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് ഒരു 50 സലാത്ത് എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ചെയ്യുമോ? ആരൊക്കെ ചെയ്യുമെന്ന് കൈവന്നിക്കും? ആരൊക്കെ ചെയ്യും? ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഖൈറിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഖൈർ തന്നെ. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും ചൊല്ലുമെന്ന ആഗ്രഹത്തിലാണല്ലോ ഒന്ന് കൈവന്നിച്ചേ അല്ലേ? അതുകൊണ്ട് തന്നെ നല്ലതായ ഒരു കൂലി അതിന്മേൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാഹു അതിന് ആ നല്ലതായ പ്രതിഫലം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉബ്ബുവെക്കാനുള്ള ഒരു കാരണമാക്കി തരട്ടെ. എന്താ, സുബൈക്ക് പള്ളിയിലേക്ക് പോകുമ്പോ, സുബൈ നമസ്കാരത്തിന് പള്ളിയിലേക്ക് ഞാനും നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു 5 സലാത്ത് ഞാൻ ചൊല്ലാം. അല്ലെ, വീട്ടിൽ നിന്നാ നമസ്കരിക്കുന്ന സഹോദരിമാരൊക്കെ വീട്ടിൽ നിന്നാവും നമസ്കരിക്കൽ. വീട്ടിൽ നിന്ന് ഉളുവൊക്കെ ചെയ്ത് ആ നിസ്കാര പായ്ക്ക് കയറുമ്പോ അല്ലെ, അതിലേക്ക് കയറി അല്ല പായ് വിരിക്കുന്ന സമയത്ത് ഒരു 5 സലാത്ത് ചൊല്ലാം. സലാം വീട്ടി ദുആയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോരുമ്പോ അങ്ങനെ അല്ല, അവിടെ നിന്ന് സഹോദരിമാരെ കാണാൻ പായൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് ഒരു 5 സലാത്ത് സുബഹി നമസ്കാരത്തിന് മുൻപ് ശേഷമായി ചൊല്ലാം. 10 സലാത്തായില്ലേ? കേവലം ഒരു ബുദ്ധിമുട്ടില്ലാതെ 10 സലാത്തായില്ലേ? ളുഹൂറിനും അതുപോലെ ചെയ്ത 20 സലാത്തായില്ലേ? ഇശാഇനും മുമ്പ് ശേഷവും ഒരു 5 സലാത്ത് ചെയ്ത 30 സലാത്തായി. മഗ്രിബിനും അതുപോലെ അതുപോലെ ചെയ്യുകയെങ്കിൽ 5 സലാത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയിലേക്ക് ചൊല്ലിവിടാനുള്ള ഈ ഏറ്റവും നല്ലൊരു എളുപ്പവഴിയായില്ലേ? ജിബ്രീലും മീകായിലും ഇസ്രാഫീലും അസ്റായിലും പറഞ്ഞ 4 കാരണങ്ങൾക്ക് ഒരു ദിവസം കേവലം 10 സലാത്ത് ചൊല്ലാനാ അവർ അല്ലാഹു റസൂലിനോട് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ചിന്തിക്കണം, 50 സലാത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് നമുക്ക് ചൊല്ലാം. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ ഉപകാരം മരണവേദന കുറയുന്നത് മാത്രമല്ല, ഒരുപാട് ഉപകാരങ്ങൾ. സമ്പത്ത് കൂടുമ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നുപോകുന്നേ? പണങ്ങൾ അധികരിക്കുമ്പോഴല്ലേ അല്ലാഹുവിന്റെ റസൂലിനെ മറന്നുപോകുന്നേ?
അല്ലാഹയെ മറന്നുപോകാൻ, അല്ലാഹുവിനെ ഇന്ന് ദുനിയാവിൽ വെച്ചുകൊണ്ട് മറന്നുപോകാനുള്ള എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കാരണമെന്താ? സ്വീകരിച്ചുപോയ ആർഭാടത്തിന്റെ ആഭാസങ്ങൾ മനസ്സിലേക്ക് കുത്തിയൊലിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ മറന്നുപോകുന്ന എന്റെ പ്രിയമുള്ള ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്ന ഞാനും നിങ്ങളും മനസ്സകത്ത് കൈവച്ചു ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ഫോട്ടോ കാർട്ടൂണിൽ വരച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പച്ചക്ക് പുച്ഛിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, കാലം എത്രത്തോളം എത്തിപ്പോയോ? എന്റെ പ്രിയമുള്ളവരെ, അത്തയ്യാത്തിൽ നമസ്കാരത്തിൽ കൈ ചൂണ്ടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ ഓർക്കുന്നത് നായെ ഓർക്കുന്നത് പോലെ എന്ന് പറഞ്ഞ മുസ്ലിമെന്ന് വാദിക്കുന്ന നാശങ്ങളായ മനുഷ്യര് ദുനിയാവിൽ ജീവിക്കുന്ന ആദ്യകാലത്തിലോ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മറക്കല്ല മുസ്ലിമേ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മറന്നുപോകല്ലേ. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് കേവലം ഒരു ദിവസം സലാത്ത് ചൊല്ലിയോ ദുനിയാവില് കൂലിയുണ്ട് പെങ്ങള്, ആഖിറത്തില് മാത്രമല്ല കൂലി. എന്റെ പ്രിയമുള്ള ഉമ്മ, പണ്ട് പഴയ കാലത്തൊരു മനുഷ്യന് ദുനിയാവിന്റെ മുമ്പിൽ ജീവിച്ചടാ. ഒരുപാട് പണമുള്ള പത്രാസുള്ള, ഒരുപാട് പണക്കെട്ടുകളുള്ള, അഹങ്കാരം കൂടിയപ്പോ അല്ലാഹയെ മറന്ന്, അഹങ്കാരം കൂടിയപ്പോ അല്ലാഹയെ മറന്നുപോയി, അല്ലാഹുവിന്റെ പ്രവാചകനെ മറന്നുപോയി. ഓ, മനുഷ്യന് ആർഭാടമായി ജീവിക്കുമ്പോ അവന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും കഴിഞ്ഞു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സമ്പത്ത് മുഴുവനും അല്ലാഹു തിരിച്ചെടുക്കുമ്പോ കൊടുത്തവൻ നൽകിയവൻ അള്ളയല്ലേ, തിരിച്ചെടുക്കാൻ കഴിവുള്ളവൻ അള്ളയെന്ന് ചിന്തിക്കാത്ത മനുഷ്യൻ, നന്ദിയില്ലാത്ത മനുഷ്യൻ, അടിമയായ യജമാനന് വേണ്ടി ഇബാദത്ത് ചെയ്യുക മനസ്സില്ലാത്ത മനുഷ്യർ, എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ. ഓ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാട് അഹങ്കാരത്തോടെ പണമുള്ള പണമെല്ലാം വാരി കൂട്ടിയിട്ട് സന്തോഷത്തിൽ സല്ലാപത്തിലും ജീവിച്ചു പോയ മനുഷ്യനുണ്ടല്ലോ, അവന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹു തിരിച്ചെടുത്തപ്പോ, അവന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹു തിരിച്ചെടുത്തപ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒരു രൂപ പോലും കയ്യിലില്ലാതെ കഷ്ടപ്പെട്ടവന്, ഒരു രൂപ പോലും കയ്യിലില്ലാതെ കഷ്ടപ്പെട്ടവന് ആ മനുഷ്യന്റെ അവസ്ഥയാ എന്റെ പ്രിയമുള്ളവരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. ഒരൊറ്റ പണവും ഇല്ല, അവന്റെ വീട് വിറ്റു, സ്വന്തം തിന്നാൻ പോലും പണമില്ലാതെ അത്രയും ദൂർത്തടിച്ചപ്പോ അള്ളാഹു തിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോ ഒരു രൂപ പോലും അവന്റെ കയ്യിലില്ല. എന്ത് ചെയ്തു? പിന്നെ നിവൃത്തി, പിന്നെ കടം വാങ്ങലാണല്ലോ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ. ഒന്ന് കടം വാങ്ങാം, അല്ലെങ്കിൽ അതിനൊക്കെ തൊട്ട് കാക്കട്ടെ. കടങ്ങളും കടക്കെട്ടുകളിലൊക്കെ മുങ്ങി നിൽക്കുന്നവരുടെ കടക്കെട്ടുകളൊക്കെ അല്ലാഹു യാതൊരുവിധ ഭാരവുമില്ലാതെ ഹലാലായ സമ്പത്തുമായി എത്രയും പെട്ടെന്ന് വീട്ടുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആ മനുഷ്യൻ ദുനിയാവിലുള്ള, പ്രിയമുള്ളവരെ ചിന്തിച്ചോ, ദുനിയാവിലെ റസൂലുള്ളാഹിയെ കുറിച്ച് സലാത്ത് ചൊല്ലി ഉപകാരമുണ്ട്, നല്ലതായ ഒരു ഉറപ്പായി മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഖിറത്തിലേക്ക് അവിടെ വെച്ചുകൊണ്ട് സലാത്ത് അല്ല, ആ മനുഷ്യന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹു തിരിച്ചെടുത്തപ്പോ പിന്നെ നിവൃത്തിയില്ലാതെ പിന്നെയുള്ള ഒരു വഴിയാണല്ലോ അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങുക, അല്ലെ? നമ്മുടെ എല്ലാ വഴികളും മുട്ടിപ്പോയ പിന്നെ നാം എടുക്കുന്നൊരു വഴിയാ, പിന്നെ അള്ളാഹുക്ക് ഒന്ന് വല്ലാത്ത അടുപ്പും, കടക്കെട്ടിലൊക്കെ ഒന്ന് മുങ്ങി യാതൊരുവിധ ഭാഗ്യം, യാതൊരുവിധ മാർഗവും ഇല്ല വീട്ടിൽ കൊടുക്കുവാൻ. അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം, അള്ളാഹുവിലേക്ക് ഒന്ന് അടുക്കുക, അല്ലെ? എന്റെ പ്രിയമുള്ളവര്, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസ് സുലൈമാനും നബിയും തമ്മിൽ സംസാരിച്ചപ്പോ ഇബ്ലീസ് പറഞ്ഞ കാര്യം കാണാൻ വേണ്ടിയുള്ള അള്ളാഹിനെ വിളിയുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളെന്ന് ഇബ്ലീസ് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ളവർ അതിൽ ഞാൻ ഉൾപ്പെട്ടു പോകാതെ നോക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകണം. എന്ത് തന്നെ ആയാലും ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി, തിന്നാൻ പോലും പണമില്ല, ഒന്ന് കിടന്നുറങ്ങാൻ പോലും വീടില്ലാതെ, ഒന്ന് തലചായ്ക്കാൻ വീട് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട ആ മനുഷ്യൻ ഒരുപാട് ഓടിക്കിടന്ന അവസാനം ചെന്ന് പെട്ടത് ഒരു വലിയ ഉസ്താദിന്റെ അരികിൽ.
ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഉസ്താദ് പറഞ്ഞു, നീ ആദ്യം നല്ലതായ സന്മാർഗത്തിൽ പ്രവേശിക്കണം, നബിയുടെ ഹദറത്തിൽ സലാത്ത് ചൊല്ലണം. അവനെല്ലാം പറഞ്ഞു. അവന്റെ കിടത്തം പിന്നെ പള്ളിക്കല്ല. അതുവരെ മണിമാളികയായ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ആ മനുവിന്റെ കിടത്തം പിന്നെ പള്ളിയുടെ ഉള്ളിലാണ്. എല്ലാ പണങ്ങളും തീർന്നപ്പോ, എല്ലാ വഴികളും അടഞ്ഞു പോയപ്പോ ആ മനുഷ്യൻ പിന്നെ പള്ളിക്കകത്ത് കിടന്നു. ഇബാദത്തുകൾ അധികരിച്ചു, നമസ്കാരങ്ങൾ അധികരിച്ചു, സലാത്തുകൾ അധികരിച്ചു, ദിക്റുകൾ അധികരിച്ചു. അതിലുപരി ആ മനുഷ്യന് ഏത് സമയവും സലാത്ത്, ഒരുപാട് സലാത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദ്റത്തിലേക്ക് ആ മനുഷ്യന് മനസ്സ് വന്നുകൊണ്ട് ചൊല്ലുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലേക്ക് സലാത്ത് ചൊല്ലുമ്പോ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം ദുനിയാവിൽ അതേ നിമിഷത്തിൽ എത്തുമെന്നുള്ളതിന്റെ തെളിവല്ലേ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ പേരില് ഒരുപാട് സലാത്തുകൾ ചൊല്ലി നീക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് ഒരുപാട് സലാത്തുകൾ ചൊല്ലിവിടുമ്പോ ഒരുപാട് ദിവസങ്ങൾ ആ മനുഷ്യന് കഴിഞ്ഞുപോയി. പള്ളിക്കകത്ത് നിന്ന് ആ മനുഷ്യന് വ്രതമെടുക്കുന്നു. പള്ളിയുടെ ഉള്ളറയിൽ നിന്ന് വ്രതമെടുക്കുന്ന മനുഷ്യനാ. ആ മനുഷ്യനെന്താ മനസ്സുറച്ചുകൊണ്ട് വ്രതമെടുത്തു പോയതെന്നറിയോ? സ്വന്തം ആവശ്യത്തിന്, നിർബന്ധിതമായ ആവശ്യത്തിനല്ലാതെ ഞാനിനി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങില്ല, അതുമല്ലാതെ ഇത്തിഖാഫിന് ഞാൻ പള്ളിക്കുള്ളിൽ കിടക്കുന്നടാ, പള്ളിക്കുള്ളിൽ നിന്ന് നമസ്കരിക്കുന്നടാ, പള്ളിക്കുള്ളിൽ നിന്ന് ഖുർആൻ ഓതുന്നതെന്ന് എന്റെ പ്രിയമുള്ളവരെ, വ്രതമെടുക്കുമ്പോ ആ മനുഷ്യനോടോ സലാത്തുകൾ ചൊല്ലുന്നു. ദിവസങ്ങൾ ഒരുപാട് അധികരിച്ചു പോകുന്നു. ഒരുപാട് ദിവസങ്ങൾ അധികരിച്ചു പോയപ്പോ, പോയ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോ ആ മനുഷ്യനൊരു ദിവസം പാതിരാത്രി മദീനയുടെ മണവാളന്റെ പേരിലേക്ക് ഒരുപാട് സലാത്തുകൾ ചൊല്ലുകയാ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ ഹദ്റത്തിലേക്ക് ഒരുപാട് സലാത്തുകൾ ചൊല്ലുമ്പോ അന്ന് ഉറക്കത്തിന്റെ സുഖനിദ്രയിലേക്ക് മയങ്ങിയ മനുഷ്യന്, എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ഉറക്കിലേക്ക് മയങ്ങിയ മനുഷ്യന്റെ അരികിലേക്ക് രാത്രി സ്വപ്നത്തിൽ കടന്നു വരുന്നതാരെന്നറിയോ? ആ പാതിരാത്രി സ്വപ്നത്തിൽ കടന്നു വന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ ഒന്നാം ദിവസം, ആദ്യത്തെ ആ മനുഷ്യന്റെ സ്വപ്നം, ഒരുപാട് ദിവസങ്ങൾ സലാത്തൊക്കെ ചൊല്ലി, ഒരുപാട് സലാത്തുകളൊക്കെ ചൊല്ലി ദിവസങ്ങൾ കഴിഞ്ഞ് നീങ്ങിയപ്പോ ആ മനുഷ്യൻ ഫസ്റ്റ് കണ്ട ഒരു സ്വപ്നവാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്നു. നബി വന്നപ്പോ സന്തോഷത്തിൽ ആ മനുഷ്യന് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നതിന്റെ പ്രശ്നമുണ്ട് നബിയെ, അങ്ങൊന്ന് പരിഹരിച്ചു തരണം നബിയെ. അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ പള്ളിയിൽ നിന്ന് നാളെ ഇറങ്ങുക. നാളെ പള്ളിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരം നടക്കുക. ഇന്ന സ്ഥലത്ത് ചെന്നാ അവിടെ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ മന്ത്രി നിങ്ങളുടെ ആവശ്യം മുഴുവനും നിറവേറ്റും. ആ ദിവസം അവിടെ നിന്ന് കഴിഞ്ഞു. ഒന്നാം ദിവസം നേരം പുലരുന്ന നേരത്ത് സന്തോഷത്തിൽ എഴുന്നേറ്റുകൊണ്ട് ഒരുപാട് ദൂരമടാ നടക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് സ്വപ്നത്തിൽ വന്നുകൊണ്ട് കാണിച്ചു കൊടുത്തതുപോലെ ഒരുപാട് ദൂരം അടുത്ത് നീങ്ങുകയാ. നടന്ന് നീങ്ങുമ്പോഴതാ മറ്റൊരു നാട്ടിലേക്ക് ചെന്നു കയറിയ മനുഷ്യനെ കാണുന്നതെന്താ? എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് തിരക്കുള്ള, ഒരുപാട് തിരക്ക് പിടിച്ച നാട് ഭരിക്കുന്നു. മന്ത്രിയുടെ വീട്ടിലേക്ക് നബി പറഞ്ഞതുപോലെ നടന്നു ചെന്ന ആ മനുഷ്യൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ വീടിന്റെ അരികിലേക്ക് വരെ മനുഷ്യനെത്തുമ്പോ അതുകൊണ്ട് ആ മനുഷ്യനെ ചിന്തിക്കുന്നു, ഈ മന്ത്രി എങ്ങാൻ ഇവിടെ നിന്ന് തെളിവ് ചോദിച്ചാ ഞാൻ എന്താ തെളിവിന് പറയുക? എന്താ തെളിവിന് പറഞ്ഞു കൊടുക്കുക? കാരണം എന്താ, ഞാനാകെ അല്ലാഹുവിന്റെ റസൂല് സ്വപ്നത്തിൽ വന്നെന്ന് പറഞ്ഞ ഞാൻ കള്ളനെന്ന് വിചാരിക്കില്ലേ? അതിന് എന്റെ കയ്യിൽ ഒരു തെളിവുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനടാ തിരിച്ചു വരികയാ. ആ ദിവസം ആ മനുഷ്യൻ പരാജയപ്പെട്ടു, പള്ളി വന്നു കഴിഞ്ഞു.
പള്ളി വന്ന് കിടന്നു. രണ്ടാം ദിവസം അതുപോലെ ഇബാദത്തുകളിലേക്ക് മുഴുകി ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഇബാദത്ത് ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിലേക്ക് സലാത്ത് എല്ലാം തുടങ്ങി. പാതിരാത്രിയായി സലാത്തുകൾ അധികരിച്ച് മദീനയിലേക്ക് സലാത്തുകൾ കടന്നുകൊണ്ടിരുന്നു. ആ മനുഷ്യൻ വീണ്ടും ഉറക്കിന്റെ സുഖനിദ്രയിൽ മയങ്ങിയപ്പോ രണ്ടാം ദിവസവും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജന്നത്തിൽ കടന്നു വന്നു പോയത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബിത്തങ്ങള് രണ്ടാം ദിവസവും സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാം ദിവസം അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലേന്ന് പോലെയുള്ള കാര്യങ്ങൾ എന്നെ ചോദിച്ചു. നിങ്ങളുടെ പ്രശ്നം എന്നതാന്ന് ചോദിച്ചു. നബിയോട് പറഞ്ഞു, നബി ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അല്ലാഹുവിന്റെ ഹബീബെ, ആ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയ ഒരു മന്ത്രിയുണ്ട്, ആ മന്ത്രിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി. രണ്ടാം ദിവസവും നേരം പുലരും നേരത്തെ ആ മനുഷ്യൻ പള്ളിയിൽ വെളിയിലോട്ടിറങ്ങി നടക്കാൻ തുടങ്ങി. ഒരുപാട് ദൂരം ഇന്നലെ സഞ്ചരിച്ച അതേ സ്ഥലത്തൂടെ ഒരുപാട് ദൂരം നടന്ന് ആ മന്ത്രിയുടെ വീടിന്റെ അരികിൽ തലേന്നതുപോലെ തന്നെ അനുഭവങ്ങൾ ആ മനുഷ്യന് കടന്നു വരികയാണ്. കാരണം എന്താ? ഒരുപാട് ജനങ്ങൾ ആ വീടിന് ചുറ്റും പരാതികൾ ബോധിപ്പിക്കാൻ തടിച്ചുകൂടിയിട്ടും ഒരുപാട് ജനങ്ങൾ ആ വീടിന് ചുറ്റും തടിച്ചുകൂടിയിട്ടും. അപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്നതാ പരാതി റസൂലുള്ളാഹി പറഞ്ഞ കാര്യം പറയാൻ പോകുമ്പോഴാ വീണ്ടും അവിടെ നിന്ന് ആ മനുഷ്യന് ടെൻഷൻ. നബിയോട് ഞാൻ ഇന്നലെയും ചോദിച്ചില്ലല്ലോ, തെളിവിന് ചോദിച്ചാൽ ഞാനെന്ത് പറയുമെന്ന് ആ മനുഷ്യനാകെ ടെൻഷനായി. രണ്ടാം ദിവസവും പരാജയപ്പെട്ടു തിരിച്ചു. പക്ഷേ മനുഷ്യന് സലാത്ത് ചൊല്ലല് അധികരിക്കുകയല്ലാതെ കുറഞ്ഞില്ല. രണ്ടാം ദിവസവും അടാജയത്തോടെ ആ പള്ളിയിലേക്ക് തന്നെ കടന്നു വന്നുകൊണ്ട് ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് സലാത്ത് ചൊല്ലിയിട്ട് ആ പള്ളിയിൽ വല്ലാതെ സമയങ്ങൾ കഴിച്ചു കൂട്ടുമ്പോ എന്റെ പ്രിയമുള്ളവരെ രണ്ടാം ദിവസവും ഉറക്കത്തിന്റെ സുഖനിദ്രയിലേക്ക് മയങ്ങുമ്പോ മദീനയിലേക്ക് ഒരുപാട് സലാത്ത് ചൊല്ലിയ ആ മനുഷ്യന്റെ സ്വപ്നത്തിൽ ഒരുപാട് സലാത്ത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് ചൊല്ലിയ ആ മനുഷ്യന്റെ അരികിലേക്ക് സ്വപ്നത്തിൽ പാതിരാത്രി കടന്നു വന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് എല്ലാ തലേ ദിവസം പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ പറയുമ്പോ തലേ ദിവസം പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ കാഴ്ചവെക്കുന്നു. രണ്ടാം ദിവസം ആ മനുഷ്യൻ ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്താ മന്ത്രി തെളിവിന് ചോദിച്ചാ എന്താ ഞാൻ തെളിവിന് കൊടുക്കുക നബിയേ? ആകെ വിഷമിത്താ അല്ലാഹുവിന്റെ റസൂലിനോട് പാതിരാത്രി നബി വന്ന സ്വപ്നത്തിന് നബിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, മനുഷ്യ നിങ്ങൾ എഴുന്നേറ്റ് നാളെ പോകുമ്പോ ആ മന്ത്രിയോട് ചെന്നുകൊണ്ട് കാര്യം മുഴുവനും വിശദീകരിച്ചു കൊടുക്കുമ്പോ മനുഷ്യ തെളിവെങ്ങാൻ ചോദിച്ചു പോയാ നിങ്ങൾ തെളിവിനായി പറയണേ, എന്റെ ഹബീബ് പറഞ്ഞെന്ന് നിങ്ങൾ തെളിവിന് പറഞ്ഞാ മതി. മന്ത്രിയെ ആരും കാണാതെ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം ദിവസവും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീടിന്റെ ഉള്ളില് സ്വന്തമായ ഭാര്യ കാണാതെ 10 മാസം ഗർഭം ചുവന്ന മാതാവ് കാണാതെ പ്രിയപ്പെട്ട പിതാവ് കാണാതെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ പോലും കാണാതെ സുബഹി നമസ്കാരത്തിന് ശേഷം റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കഥകടച്ച് കുറ്റിയിട്ട് ചൊല്ലുന്ന 5000 സലാത്തുകൾ എന്റെ ഹളറത്തിലേക്ക് എത്തുന്നുവെന്ന് പറഞ്ഞാ മതിയെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള സഹോദര, മറന്നു പോകല്ലേ. അവിടെ നിന്ന് 3-ാം ദിവസം നേരം പുലരുമ്പോ മന്ത്രിയോട് ചെന്നുകൊണ്ട് കാര്യം മുഴുവനും പറയുന്നു. തെളിവ് ചോദിക്കുമ്പോ നടന്നതെല്ലാം മന്ത്രിക്ക് മുമ്പിൽ വിശദീകരിക്കുന്നു. നടന്ന സംഭവങ്ങളൊക്കെ മന്ത്രി വിശദീകരിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ മനസ്സിലാക്കുന്നു, മന്ത്രി വിഷമം കൊണ്ട് 1000 ദീനാർ അവന്റെ കടം വീട്ടാനുള്ള 1000 ദീനാർ ആ മനുഷ്യന് സദക്ക ചെയ്ത് 1000 ദീനാറുമായി നാട്ടിൽ വന്നു. തന്റെ നാട്ടിലൊരു രാജാവ് ഉണ്ടാവില്ല, ആ രാജാവിന്റെ അരികിൽ പോയപ്പോ
ഈ മനുഷ്യൻ ആ ഉസ്താദിന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലതിലേക്ക് പ്രവേശിക്കാൻ കാരണം കടക്കാര് എന്റെ പണം തിരിച്ചുകൊണ്ട എന്ന നിർബന്ധത്തിലായിരുന്നു. അപ്പൊ ആ കടക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ ഡേറ്റിൽ. അപ്പോ ആ മനുഷ്യൻ ആ പണം കൊണ്ടുപോയി രാജാവിന്റെ അരികിൽ പോയി രാജാവിനോട് പറഞ്ഞു, രാജാവ് ഇതാ കടക്കാർക്കുള്ള 1000 ദീനാർ. അപ്പൊ കടക്കാർ പറഞ്ഞു, രാജാവേ കട്ട പണവാത്, ഈ മനുഷ്യൻ കട്ടെടുത്ത പണവാത്, കാരണം ഇവന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. വീടെല്ലാം വിറ്റു തുലച്ചു, എല്ലാം അവൻ വിറ്റു കളഞ്ഞിട്ടുണ്ട്, 1 രൂപ പോലും അവന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഇതവൻ കട്ടെടുത്ത പണവ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് രാജാവിന് മുമ്പിൽ വിശദീകരിക്കുമ്പോ ആ രാജാവ് ആ മന്ത്രിയുടെ അരികിലേക്ക് ചെന്നു നോക്കി. ഉള്ളതെല്ലാം സത്യമാണ്. രാജാവ് ആ മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യൻ ആ കടക്കെട്ടിൽ മുങ്ങിയ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളുടെ 1000 ദീനാറല്ല, അതവിടെ വെച്ചോ. മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ, 1000 ദീനാർ ആ മനുഷ്യന്റെ, ഒരുപാട് സമയമായി ഞാൻ ചുരുക്കുകയാ. 1000 ദീനാർ ആ മനുഷ്യന്റെ കയ്യിൽ അവിടെ കിട്ടിയപ്പോ രാജാവ് പറയാ, നിങ്ങളുടെ കയ്യിലുള്ള 1000 ദീനാർ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടെ നിന്ന് 1000 ദീനാർ എടുത്തുകൊണ്ട് എന്റെ പകരം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് അതാ ആ കടക്കാർക്ക് കൊടുക്കുകയാണ്. കാരണം ഈ മനുഷ്യൻ കടക്കെട്ടിൽ മുങ്ങി, നിങ്ങളുടെ ആവശ്യത്തിന് മനസ്സിലാക്കണം, നിങ്ങളുടെ ആവശ്യത്തിന് ആ 1000 ദീനാർ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ പകരമായി അദ്ദേഹം കടം കൊടുക്കാനുള്ള മനുഷ്യന് 1000 എടുത്തു കൊടുത്തു. എന്നിട്ട് രാജാവ് ആ മനുഷ്യന് ആ 1000 കൊണ്ടുവന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് വേറെ 1000 പടം കൊടുത്തു. അപ്പൊ ആ മനുഷ്യന്റെ കയ്യിൽ 2000 ദീനാർ. അപ്പൊ ആ കടക്കാരാകെ കടം കൊടുത്തവരാകെ വിഷമിച്ചുകൊണ്ട് അവര് പറയാം, ഞങ്ങളൊരു സന്തോഷത്തിലൊരു സദഖയായി ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ 1000 ദീനാർ അവരെടുത്തു കൊടുത്തു. ആര്? ആ കടക്കാർക്ക് കൊടുത്ത 1000 ദീനാർ വീണ്ടും അവർ തിരിച്ചെന്നെ കൊടുത്തു. അപ്പൊ 3000 ദീനാർ ആ മനുഷ്യന്റെ കയ്യിലായി. പിന്നെ കടക്കാരുടെ പകരമായി 1000 ദീനാർ കൂടെ എടുത്ത ആ മനുഷ്യന് കൊടുത്തു. അപ്പോ ആ മനുഷ്യന്റെ കയ്യിൽ 4000 ദീനാർ. കൂടാതെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മന്ത്രി നിങ്ങളുടെ വട്ടച്ചിലവിനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് 1000 ദീനാർ ആ മന്ത്രി ആ മനുഷ്യന് വീണ്ടും സദഖ ചെയ്യുമ്പോ 5000 ദീനാറായി രണ്ടാമതും മുതലാളിയുടെ തലപ്പത്തേക്ക് ഉയർന്നുപോയ മനുഷ്യൻ, ദുനിയാവിൽ എല്ലാം വിറ്റുതുലച്ച് കടക്കെട്ടിൽ മുങ്ങിയ മനുഷ്യൻ രണ്ടാമതും ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു തിരിച്ചുവരവിന്റെ കാരണമെന്താ? അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലേക്കുള്ള സലാത്തുകൾ അധികരിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയമുള്ള മുസ്ലിമേ ചിന്തിക്കണം, ആ മദീനയിലേക്ക് സലാത്തുകളൊക്കെ അധികരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് സമയം വൈകിയത് കൊണ്ട് തന്നെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്ഥാനമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന് നാളെ ആ മഹ്ശറ വൻസബയിലുള്ള സ്ഥാനം, നാളെ റസൂൽ നമ്മെ രക്ഷിക്കാൻ ആ മദീനയിലേക്ക് എത്തുന്ന ഒരു സ്ഥാനം, സലാത്ത് ചൊല്ലിയവൻ എങ്ങനാ മഹ്ശറയിൽ എത്തുക എന്ന ഒരു സ്ഥാനം ചുരുങ്ങിയ ഒരു സമയത്ത് കൂടി പറഞ്ഞുകൊണ്ട്, ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് പറഞ്ഞു തീർത്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നതുകൊണ്ട് തന്നെ ആരും ഇനി എണീറ്റ് പോവാടെ ഇൻഷാ അല്ലാഹ് ഉള്ളവർ, ഒരു വലിയൊരു പിരിവെന്നല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഉള്ളവർ, നമ്മുടെ ഉദ്ദേശമൊക്കെ എല്ലാവർക്കും അറിയാം. എന്നതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ളവരെ, ഈ മഹത്തായ വേദി 6566 രൂപ ഇൻഷാ അല്ലാഹ് ഞാൻ നൽകാം. ഇപ്പം നൽകണമെന്നില്ല, പിന്നീട് ഇൻഷാ അല്ലാഹ് അത് സംഘാടകരെ എഴുതിയെടുക്കും. പിന്നീട് നിങ്ങൾ ഭാഗികമായി നൽകിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തും പുറത്തിരിക്കുന്ന സഹോദരന്മാരോ അകത്തിരിക്കുന്ന സഹോദരന്മാർ ആരായാലും നിങ്ങളുടെ ഭാഗത്തേക്ക് ആരും ഇനി കൂടിപ്പോയൊരു 1/2 മണിക്കൂർ കൂടി ദുആ ഉൾപ്പെടെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് സലാം ചൊല്ലി പിരിയാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് വളണ്ടിയർമാരെ നിങ്ങളുടെ അരികിലേക്ക് വരും. ആരാള്? ഇൻഷാ അല്ലാഹ് ഒരു 6666 രൂപ ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ നൽകാമെന്ന് പറയാം. ആരാ? സഹോദരന്മാരെ ആരാൾ? ഒരു 6666 രൂപ സന്തോഷം. ആരാൾ? സഹോദരന്മാരെ വിശാലമുള്ള മനസ്സോടെ പിന്നീട് നിങ്ങൾ ഭാഗികങ്ങളായി അടച്ചിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിലോർത്തുകൊണ്ട് ആരാളുള്ള ഒരു സഹോദരന്മാരോ സഹോദരിമാരോ ആരാണ്? ഒരു 6666 രൂപ
സന്തോഷത്തിൽ വിശാലമായ ആദ്യമായി ഞാൻ നൽകാവുന്നതാണ്. ഒരിക്കലും ഒരു ഭാരമായി നിങ്ങൾക്ക് അതാവൂല. ഷാബിയുടെ ബറക്കത്ത് കൊണ്ട് തന്നെ ഒരു ഭാഗ്യങ്ങളായി നിങ്ങൾ അടച്ചു തീർത്താൽ മതി. ആരാണ്? ആരുമില്ല, ആരുമില്ല. ഒരു 666 രൂപ വിശാലമായ മനസ്സോടെ നബിക്ക് വേണ്ടി, നമ്മുടെ നബിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആരാണ്? ഇത്ര മോശമാണ് നിങ്ങളുടെ കണ്ണൂര്? ആരാളുള്ള ഒരു 6666 രൂപ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തൊന്നും ഇതുപോലെ നമ്മളെപ്പോലെ സമ്പത്ത് കൊണ്ട് നിബിത്തങ്ങളെ ജീവിച്ച ജീവിതം കാണിച്ചു തന്നതല്ല. എങ്കിലും ഇല്ലാത്ത സമ്പത്ത് കൊണ്ട് ഉള്ളതുപോലെ സദഖകൾ ചെയ്തുകൊണ്ട് ജീവിച്ച അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തത് കൊണ്ട് 3 ദിവസം മകൾ ഫാത്തിമ ബീവിയും പേരക്കിടാങ്ങളായ ഹസനു സയ്യിദങ്ങളും ഭക്ഷണം കഴിക്കാത്തതിനെ സംബന്ധിച്ചുകൊണ്ട് 4 ദിവസം നിബിത്തങ്ങളും ഭക്ഷണം കഴിക്കാത്ത ദിവസം അടുത്തു വന്നത് കാരണമായി നിബിത്തങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോയിട്ട് ജോലി സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈത്തപ്പനത്തോട്ടത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് ജീവിച്ചു പോയ അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്റെ പ്രിയമുള്ളവരെ, നിബിത്തങ്ങൾ വിശപ്പടക്കാൻ കഴിയാതെ 4 ദിവസം നബിയും 3 ദിവസം മക്കളും പേരക്കിടാങ്ങളും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലിക്ക് പോലും പോയെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇൻഷാല്ലാ ആരെങ്കിലും ഉണ്ട് ഒരൊറ്റ ഒരാൾ ഒരു 6666 രൂപ, ഒരാളോ അല്ലെങ്കിൽ 2 പേര് കൂടി, ഞങ്ങൾ 2ആളും കൂടി നൽകാവുന്ന ഒരു വിശാലതയോടുകൂടി ആരെങ്കിലും ഉണ്ടോ? ഒരു 6666 രൂപ. ഇൻഷാല്ലാ നിങ്ങളുടെ വല്ലാതെ ഒന്നും പിരിക്കുന്നില്ല. ഉസ്താദ് എന്നെ ആദ്യം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വല്ലാതെ പിരിക്കണ്ട. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم.